പറഞ്ഞതുപോലെ 2036 ഒളിമ്പിക്സ് അത് നമുക്ക് ഇന്ത്യയിൽ നടത്തണം എന്ന ആഗ്രഹവുമായിട്ടാണ് കായിക മേഖലയിലുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നത്. അത് കേവലം കായിക മേഖലയിൽ മാത്രമുള്ള ആളുകളുടെ ആഗ്രഹമല്ല. ഇന്ത്യ ഒരുപാട് വളർന്നു മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ കായിക മേഖലയിൽ വളരെ പിന്നോക്കം തന്നെയാണ്. ഇവിടെ 2036 ഒളിമ്പിക്സ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അതിൻ്റെ കേരളത്തിലാണ് 2036 വൃക്ഷത്തൈകൾ നട്ട് പിടിപ്പിച്ച് പരിപാലിച്ചുകൊണ്ട് ഒളിമ്പിക് ഫോറസ്റ്റ് ഉണ്ടാക്കുക. ആ നിലയിലാണ് ശ്രമമെങ്കിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ കുട്ടികളോട് 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടക്കുമെങ്കിൽ ഇവിടെ നിന്ന് പണ്ട് PT ഉഷ ഇവിടെ നിന്നാണ് പോയത്. അപ്പോൾ ഇതുപോലെ ആ ഒളിമ്പിക്സിൽ ഞങ്ങളിൽ നിന്നും ആളുകൾ ഉണ്ടാകും എന്ന പ്രതിജ്ഞയോടെ ഇന്ന് മുതൽ പ്രതിജ്ഞ നല്ല പരിശീലനം ആരംഭിച്ച് ഇച്ഛാശക്തിയോടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായങ്ങളൊക്കെ തന്നെ ചെയ്തു തരാൻ ഒരുപാട് സംഘടനകളുണ്ട്. ജനപ്രതിനിധി എന്നുള്ളതിൽ MLA എന്നുള്ളതിൽ ഞാനും നിങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണ്. നമുക്ക് അത് നേടിയെടുക്കണം. അത് ആത്മവിശ്വാസത്തോടെ കഠിന പ്രയത്നത്തിലൂടെ നല്ല പോരാട്ടത്തിലൂടെ ആ ഇന്ത്യൻ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ, ഈ ലോക ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ ഇവിടെ നിന്ന് ഒരാൾ ഉണ്ടാകും, ഒരാളെന്നല്ല ഒന്നിലധികം ആളുകൾ ഉണ്ടാകും എന്ന വാശിയോടെ അതിൻ്റെ പരിശീലനവുമായിട്ട് മുന്നോട്ട് പോവുക. ഏതായാലും കായിക മേഖലയ്ക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയുമെങ്കിലും ഇന്ത്യ കലാരംഗങ്ങളിൽ പിറകോട്ട് തന്നെയാണ്, പ്രത്യേകിച്ച് അത്ലറ്റിക്സിലൊക്കെ. ഏതായാലും അതിലൊക്കെ മുന്നോട്ട് വരാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ പരിശ്രമങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഏതായാലും ഇത് ഒരു ചർച്ചയായിട്ട് വരേണ്ടതാണ്. ആ ചർച്ചയായിട്ട് വരുന്നതിൻ്റെ ഒരാരംഭം കൊണ്ടാണ് ഇങ്ങനെ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഈ പരിപാടി നടത്താൻ തീരുമാനിച്ച സ്പോർട്സ് കൗൺസിൽ, ഒളിമ്പിക് കൗൺസിലിനെയൊക്കെ തന്നെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റ് വിശിഷ്ട വ്യക്തികളെ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒളിമ്പിക്സ് 2036 ഇന്ത്യയിൽ വരാനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ കുട്ടികളും അതിനുവേണ്ടി തയ്യാറായിരിക്കുകയാണ്. കായിക വകുപ്പ് ഈ വർഷം കുട്ടികളെ എടുക്കുമ്പോൾ തന്നെ ആ രീതിയിലാണ് 2036 ഒളിമ്പിക്സ് ലെവലോ അതിൽ സംസ്ഥാന ലെവലോ സ്കൂൾ കുട്ടികളുടെ ഒളിമ്പിക്സ് ലക്ഷ്യമാക്കി തന്നെയാണ് ഇവിടെ പരിശീലനത്തിന് തയ്യാറെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി MLA ഞാൻ സംസാരിച്ചു. നമ്മുടെ പോലീസ് മൈതാനിലാണ് കുട്ടികൾ അത്ലറ്റിക്സും ഒക്കെ പരിശീലിക്കുന്നത്. PT ഉഷ, ബോബി അലോഷ്യസ് ഒക്കെ ഇവിടെ പഠിത്തരാണ്. അപ്പോൾ അതുപോലെയുള്ള അതിനേക്കാളും കൂടുതൽ പേര് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെ ആയിരിക്കണം ഒളിമ്പിക്സിൽ പങ്കെടുക്കേണ്ടത്. അതുവരെ എല്ലാ ഒരുക്കങ്ങളും നമ്മുടെ പോലീസ് മൈതാനിക്ക് ഒന്നുകൂടെ എല്ലാ കുട്ടികൾക്കും കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടാക്കി മാറ്റിത്തരാൻ ബഹുമാനപ്പെട്ട MLA ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാറ് മുമ്പേ പഴയ കുറേ വർഷങ്ങളായി മേയറായിരിക്കുമ്പോഴും അതിനുശേഷവും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നോക്കുന്ന ആൾ, അതായത് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരികയും ചെയ്ത വ്യക്തി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഏതായാലും 2036 ഒളിമ്പിക്സ് നമ്മുടെ എല്ലാവരുടെയും ഇന്ന് ഇവിടെ കാണുന്ന കുറേ മുഖങ്ങൾ അതിൻ്റെ അകത്ത് പങ്കെടുക്കും എന്ന പ്രതീക്ഷയോടെ ഈ ഉദ്ഘാടനം ഇവിടെ തന്നെ നടത്തിയത് നമ്മളത് ഒരു നല്ല തുടക്കമായി തന്നെ കാണുന്നു. ഏതായാലും പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. സ്പോർട്സ് കൗൺസിലും ഒളിമ്പിക് കൗൺസിലും നടത്തിയ പരിപാടിക്ക് എല്ലാ ആശംസകളും. ഒരുപാട് പ്രധാനപ്പെട്ട സ്പോർട്സ് രംഗത്തുള്ള ഭാരവാഹികളുണ്ട്. സാന്നിധ്യം കൊണ്ട് ആശംസകൾ ചടങ്ങിൽ നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഒളിമ്പിക് ഫോറസ്റ്റിൻ്റെ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA TO മോഹൻ സാറ്, അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് PM അഖിൽ, മറ്റേ ഈ സ്വാഗത പ്രഭാഷണം നടത്തിയിട്ടുള്ള ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ PK മറ്റ് പല അസോസിയേഷനുകളുടെ ഭാരവാഹികൾ, കുട്ടികളെ, അധ്യാപകരെ, ആശംസർപ്പിച്ച് സംസാരിച്ച ജോലി മേഡം, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞു. ചടങ്ങ് അവസാനിക്കുകയാണ്.